പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ചീരൻ്റെ വിത്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമാണ് പാത്രം പിടിച്ചു തരുന്നത്. പിന്നെ ചീര നമ്മൾ കട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനാണ് രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തിടുന്നത് കേട്ടോ. ഇതൊരു പച്ച ചീരയാണ് കേട്ടോ. പച്ച ചീരൻ്റെ വിത്തുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പിന്നെ നല്ല വലിപ്പമുള്ള ചീരയാണ് കേട്ടോ. അത് പിന്നെ നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനാണ്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. പേര് ഞാൻ ഇപ്പോൾ മറന്നുപോയി. എന്തായാലും നമ്മളത് ചീരാക്കി ഇപ്പോൾ നമ്മളെ ബ്രാൻഡാക്കാത് കേട്ടോ. നല്ല കായകൾ, നല്ല വലിപ്പമുള്ള ഒരുപാട് വിത്ത് ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വിത്ത് ഒക്കെ അടുത്ത ചീര ഇനി നമുക്ക് നഴ്സറിയിൽ നിന്നൊന്നും പിന്നെ വിത്ത് വാങ്ങണ്ട കേട്ടോ. നല്ല വിത്തുകളുണ്ടാവും ഇതിന് കേട്ടോ. ഒരുപാട് വിത്തുണ്ട്. ഈ വിത്ത് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. തണ്ട അവിടെ നിന്നോ കേട്ടോ. ചിലപ്പോൾ ഇനി വിത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് ഒരു ഉപകാരമാകുമല്ലോ. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ വലിയ ഇതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിലൊരുപാട് വിത്ത് നമുക്ക് നമ്മളാകെ 35 രൂപേൻ്റെ ഒരു വിത്തിൻ്റെ ഒരു ഇതാണ്. ഇത് ഒരുപാട് വലിപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ വലിപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചീര ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്നെക്കാട്ടിലൊക്കെ വലിപ്പമുണ്ട്. ഒരു 4 മീറ്റർ വലിപ്പമായിട്ടുണ്ടാവും കേട്ടോ ഈ ചീര. ഇതുണ്ടോ, ഇത്ര വലിപ്പം. ഞാനൊരു കൊള്ളി കെട്ടി കൊടുത്തേക്കാണ്. ഒരുപാട് വലിപ്പമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതും കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഇവിടെ കട്ട് ചെയ്യുന്നത്. ക്യാമറയും ഇതൊക്കെ പിടിക്കേണ്ടതുകൊണ്ട് കട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യക്ക് പൊന്താതായിരിക്കണം. ആദ്യം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചീരൻ്റെ വിത്തെടുക്കാൻ എൻ്റെ ഒപ്പം പോന്നിട്ടുള്ളത്. ഞാനും പോരാന്ന് പറഞ്ഞ് ചീരൻ്റെ വിത്തെടുക്കാനെന്ന് പറഞ്ഞ് പോകാൻ ഭയങ്കര ഉത്സാഹം. ഇപ്പം അത് വേണ്ടിയില്ല എന്ന് അവൻ്റെ മനസ്സിലുണ്ടാവും. ഇല്ലേ? എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ചീരൻ്റെ വിത്തെടുക്കുന്നത്. നല്ല ഇഷ്ടമാണ് എന്നേ. ആയിക്കോട്ടെ. അപ്പോൾ ബാക്കി അവിടെ നിൽക്കട്ടെ. നമ്മളിനി ഇങ്ങനെ പോയിട്ട് ഇവിടെ കോഴിച്ചീരൊക്കെ ഉണ്ട് കേട്ടോ. കോഴിച്ചീര നമ്മൾ വിത്തൊന്നും എടുത്തിട്ടില്ല. അതങ്ങനെ അവിടെ നിലത്ത് വീണങ്ങനെ പോകലാണ് നമ്മൾ. കോഴിച്ചീര നമ്മളിതിൻ്റെ മുന്നേ നമ്മൾ വിത്ത് എടുത്തിരുന്നു. പിന്നെ ഈ ചുവപ്പ് ചീരൻ്റെ വിത്ത് നമ്മളെ കയ്യിൽ ഉണ്ട് കേട്ടോ. അത് നേരത്തെ തന്നെ വിത്തായി. ഇത് കുറച്ച് വൈകിട്ടാണ് ഇതിൻ്റെ വിത്താവുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് എടുക്കാനും വൈകുകയും ചെയ്തു. ഇത് നമ്മൾ ഇനി അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഉണങ്ങാൻ വെക്കണം. അപ്പോൾ നമ്മൾ തണലത്ത് ഉണക്കുകയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് വെയിലത്ത് ഉണക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിത്ത് മുളക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ തണലത്താണ് ഉണക്കുന്നത്. അപ്പം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം ഇത് പിടിക്കണത് കേട്ടോ. അവൻ്റെ കൈ ചൊറിയണമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് വാങ്ങി സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ട. അല്ല മുട്ടാളാ, കൈ ചൊറിയൽ മാറിയോ? എന്നാൽ ഞാൻ നടക്കാം, നമ്മൾ പോവാം. അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അടിയിലുള്ള ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ചീരൻ്റെ വിത്തെടുക്കലാണെന്ന് കാണിച്ചത്. അപ്പോൾ അടുത്ത് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.